ഈ വീഡിയോ എല്ലാ പേരൻസും കേൾക്കണം കേട്ടോ. ഞങ്ങളുടെ മക്കളുടെ പോക്ക് എങ്ങോട്ടേക്കാണ്, ഞങ്ങളുടെ കേരളം എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഞാനും നിങ്ങളും പ്രവാസ ലോകത്ത് വന്നിട്ട് രാവിലെ പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ട് ഭാര്യ പറയുമ്പോൾ പൈസയൊക്കെ അയച്ചു കൊടുക്കുന്നത്. പക്ഷെ ഭാര്യമാരോടൊക്കെ പറയാനുള്ളത്, ആ മക്കൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉമ്മയോടാണ് എങ്കിൽ അതുപോലെ തന്നെയാണ് ഓരോരോ ഉമ്മമാരും മാതാവും മക്കളെ സ്നേഹിക്കുന്നത്. അമ്മയാവട്ടെ ഉമ്മയാവട്ടെ അല്ലേ. അതിൻ്റെ ഒരു കാരണമല്ലേ സ്വന്തം മകൻ തലക്കടിച്ച് കൊന്നിട്ടും ശ്വാസം വന്ന ഉമ്മ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്, ഞാൻ ബെഡിൽ നിന്ന് കട്ടിൽ നിന്ന് താഴെ വീണതാണ് എന്ന്. എന്തുകൊണ്ടാണ്? മകനോടുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ചില ഉമ്മാർ മക്കൾക്ക് ബാപ്പ പോലും അറിയാതെ അവർ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ബാപ്പാനോട് പറഞ്ഞ് പൈസ വാങ്ങിയിട്ട് നിങ്ങളത് ചെയ്യുമെന്ന് പറഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് ഞങ്ങളുടെ മക്കളുടെ ചലനം എന്താണ്, ഞങ്ങളുടെ മക്കളുടെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ, അവരെന്താണ് ചെയ്യുന്നത് എന്ന് ഓരോ പേരൻസും ശ്രദ്ധിക്കേണ്ട ഒരു കാലം വന്നു കഴിഞ്ഞു. ചെറിയ കുട്ടിയല്ലേ, എൻ്റെ മോനൊന്നും ചെയ്യൂല എന്നൊന്നും ഏത് രക്ഷിതാക്കളും അങ്ങനെ കരുതരുത്. എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത്, നാട്ടിലുള്ള ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തിയില്ലെങ്കിലും ഞങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനടിമപ്പെട്ടവരെ വിളിച്ചിരുത്തി അവരെ ബോധവൽക്കരണം ചെയ്ത് അവരുടെ കൂടെ ആരൊക്കെ ഉണ്ട് അവരെയും പിടിച്ച് ബോധവൽക്കരണം ചെയ്യാൻ ഓരോ മഹല്ലിലും ഓരോ മഹല്ല് കമ്മിറ്റികളും അതുപോലെ തന്നെ വ്യക്തികളും തയ്യാറാവണം. അതിലേറെ പറയാനുള്ളത്, ഓരോ പേരൻസും ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെയും നിങ്ങളുടെയും മക്കൾ ഇന്ന് ടർഫിൽ കളിക്കാൻ പോകുന്നുണ്ട് അല്ലേ. രാത്രി 8 മണി മുതൽ സുബി ബാങ്ക് വരെയാണ് കളിക്കുന്നത്. ആ കളിയുടെ ഇടയിൽ അവർക്ക് ഉറക്കം വരാതിരിക്കാൻ, അതല്ലെങ്കിൽ അവർ ഉറങ്ങാതിരിക്കാൻ, അതല്ലെങ്കിൽ എതിർ ടീമിനെ തോൽപ്പിക്കാൻ അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ഞാനും നിങ്ങളും ആരും അറിയുന്നില്ല. അവർ രാത്രി പോയി 9 മണിക്ക് പോയി, അതല്ലെങ്കിൽ 8 മണിക്ക് പോയി രാവിലെ സുബി ബാങ്ക് കൊടുക്കുന്നവരെ കളിച്ച് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് രാവിലെ കടന്നുറങ്ങുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അവൻ കളിച്ച ക്ഷീണത്തിൽ ഉറങ്ങുകയാണെന്ന്. അതുകൊണ്ട് എല്ലാ മക്കളോടും മഗ്രിബ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇശാ കഴിഞ്ഞ് ഒരു 10 മണിയാകുമ്പോഴേക്കും എല്ലാ പേരൻസും മക്കളെ വീട്ടിലെത്തിക്കുക. അവരുടെ കൂട്ടുകെട്ട് ആരുടെ കൂടെയാണ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓരോ രക്ഷിതാക്കളും കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്നത് അവർ ഒരു തണലാവണം, ബാപ്പാക്കും ഉമ്മാക്കും ഉപകരിക്കുന്ന മക്കളാവണം, നാട്ടിന് ഉപകരിക്കുന്ന മക്കളാവണം, നല്ലത് ചെയ്യാനുള്ള ബുദ്ധി വേണം. അതിനാണ് ഓരോ പ്രവാസികളാവട്ടെ ഓരോ രക്ഷിതാക്കളും എവിടുന്നായാലും ജോലി നാടൻ പണിക്ക് പോകുന്നത് വരെ എൻ്റെ മക്കളൊക്കെ പഠിക്കാൻ അയക്കുന്നത്. മക്കളെ നിങ്ങളും കേൾക്കണം, മക്കളോടാണ് പറയുന്നത്. ഓരോ രക്ഷിതാവും നിങ്ങളെ പഠിക്കാൻ അയക്കുന്നത് നിങ്ങളൊരു നല്ല നിലയിലെത്തിയിട്ട് ആ അച്ഛനും അമ്മക്കും അല്ലെങ്കിൽ ഉമ്മാക്കും ഉപ്പാക്കും ഒരു തണലാവണം. അതിന് നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇതിനടിമപ്പെട്ടവരാണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ യഥാർത്ഥ ഒരു മനുഷ്യനായി തിരിച്ചു കൊണ്ടുവരാൻ എൻ്റെ മക്കളൊക്കെ, അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ എൻ്റെ മക്കളൊക്കെ ഇതിന് തയ്യാറാവണം. അതുകൊണ്ട് നല്ലത് വരട്ടെ, മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളാവട്ടെ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം.